ഗൈസ് ചായ മേടിച്ചു. ഗൈസ് ചായ കുടിക്കും. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പുറത്ത് പോവാണ്. ഓക്കെ, കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഗൈസ് ചായ മേടിച്ചു. ഗൈസ് ചായ കുടിക്കുന്നു. ഗൈസ് നല്ല അടിപൊളി ചായയാണ്. നല്ല സൂപ്പർ ചായ. വാവ്, സൂപ്പർ. ഇവനെ പിന്നെ എല്ലില്ലാണ് നിങ്ങൾ എന്തിനാ മേലെ കയറി ഇരിക്കുന്നത്? എല്ലാണ്ടോ പോയി. തങ്കത്തിന് പോയാണ്. ആൽക്കത്തിയല്ലേ ബാക്ക്. രണ്ട് മീൻ അയില മേടിച്ചിട്ടുണ്ട്. തകളേ, ഇത് മുറിച്ച് കറി വെക്കണം. ചെമ്മീൻ മേടിച്ചിട്ടുണ്ട്. അയില മുറിച്ച് മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് ഒന്ന് പുരട്ടി വെച്ചു. ഇനി നമുക്ക് മല്ലി, മുളക്, ഉലുവ ഇത് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുക്കുക. ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് തേങ്ങ കൂടി വറുത്തെടുക്കാം. തേങ്ങയും നല്ലപോലെ ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അത് നന്നാക്കി എടുക്കാം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ടാണ്. കണ്ണുന്നൊക്കെ നല്ലപോലെ വെള്ളം വരും. ഇത് ഉണ്ടാവും തെളിവ്. പട്ടീനെ കൊണ്ട് കഴിപ്പിക്കരുത് പ്ലീസ്. അയ്യോ എന്റെ കണ്ണോ. ഇവന്റെ കണ്ണിന് കുഴപ്പമുണ്ടീ. കണ്ണു പറക്കിയതില്ലെന്ന്. കണ്ണാണിച്ച അയ്യേ, ഇവൻ എന്താ ഇതെന്തിന്റെ കുഞ്ഞ? എന്തിന്റെ കുഞ്ഞാ? മഞ്ജുഷന്റെ. എന്നോട് പറഞ്ഞ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്. പക്ഷെ എരിയുന്നില്ല. വെള്ളം വരുന്നുണ്ട്, എരിയുന്നില്ല. അത് കണ്ണാണിച്ച അങ്ങോട്ട് കാണിക്ക്. എരിയുന്നില്ല, പക്ഷേ കണ്ണിന്ന് ഇപ്പൊ വെള്ളം വരാൻ തുടങ്ങി. അത് ഞാൻ കൊറേ തൊലിച്ചിട്ട് തെറിച്ചോണ്ട്. എനിക്ക് എരിയുന്നില്ല. പക്ഷെ അത് ഞാൻ എരിയുന്നില്ല.
വെള്ളം വരുന്നുണ്ട് പക്ഷെ എരിയുന്നില്ല. വെള്ളം വരുന്നുണ്ട് പക്ഷെ എരിയുന്നില്ല. സയൻസ്. ഞാൻ മീൻ വറുത്തിട്ടാണ് കേട്ടോ കറി വെക്കുക. കുറച്ചൊന്ന് ഒരു എന്താ പറയുക, നിങ്ങൾക്ക് വറുക്കാതെയും കറി വയ്ക്കാം. ഞാൻ കുറച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കറി വെക്കുക. അപ്പോഴത്തേക്കും ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇവ നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാൻ കുടംപുളിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മരപ്പുളിയും എന്ത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലി, മുളക് ഇതൊക്കെ നമുക്കൊന്ന് മിക്സിയിൽ നല്ല പോലെ അരച്ചെടുക്കാം. എന്നിട്ട് ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഇതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുടംപുളിയും നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്നത് പോലെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് മീൻ ആഡ് ചെയ്യാം. മീൻ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് അത് മിക്സ് ആവുന്നത് വരെ അടുപ്പത്ത് വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മൾക്കൊരു പാൻ വെച്ച് ലേശം എണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ, ചെറിയ ഉള്ളി, വറ്റൽമുളക് ഇതും ഒന്ന് മൂപ്പിച്ച് ഇതിനകത്തോട്ടേക്ക് നമുക്ക് ആഡ് ചെയ്യാം. നല്ല മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റാട്ടോ. അത് എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഒരു ഫുഡ് കഴിക്കാനാവുന്ന സമയത്ത് നമുക്ക് തുറക്കാം. ഇതാ നോക്കൂ, അടിപൊളി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.